ഇടതുപക്ഷത്തിന് തലവേദനയായിരിക്കുകയാണ് കുട്ടനാട്ടിലെ രാമങ്കരി പഞ്ചായത്ത്. സീറ്റ് വിഭജനത്തിൽ അസ്വാരസ്യങ്ങൾ കനത്തതോടെ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് CPIയുടെ തീരുമാനം. വിജയപ്രതീക്ഷയുള്ള 8 സീറ്റുകളിലാകും CPI മത്സരിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങിയതോടെ രാമങ്കരി പഞ്ചായത്തിൽ കഴിഞ്ഞ 2.5 വർഷമായി നിലനിൽക്കുന്ന CPI പോര് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലോക്കൽ കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി വരെ ഇടപെട്ട് നടത്തിയ മാരത്തോൺ ചർച്ചയിൽ പോലും പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ല. ഇതോടെ പഞ്ചായത്തിലെ 8 വാർഡുകളിൽ മത്സരിക്കാനുള്ള ഒരുക്കത്തിലാണ് CPI. 6 വാർഡുകളിലേക്ക് നിലവിൽ CPI നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചു കഴിഞ്ഞു. പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് CPI ശ്രമിച്ചതാണ്. അവസാനം CPMൻ്റെ പിടിവാശി ഞങ്ങളെ ഒറ്റയ്ക്ക് മത്സരിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. 6 സീറ്റിൽ രാമങ്കരിയിൽ നോമിനേഷൻ കൊടുത്തു. CPM ജില്ലാ സെക്രട്ടറി 3 സീറ്റ് എന്ന് പറഞ്ഞതായിട്ടൊക്കെ അറിയാൻ കഴിഞ്ഞു. ഉദ്ദേശിക്കുന്ന 3 സീറ്റ് സ്ഥിരമായി തൂക്കുന്ന സീറ്റുകളാണ്. ഏറ്റവും അധികം സ്വാധീനമുള്ളത് മാമ്പുഴക്കരി വേഴപ്ര പ്രദേശങ്ങളിലാണ്. അപ്പം മാമ്പുഴക്കരി വേഴപ്ര സീറ്റൊന്നും തരാതെ ഏതെങ്കിലും സീറ്റ് തരുന്ന ഒരു നിലപാടൊന്നും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സജീവ് ഉദുംതറ, കുഞ്ഞുമോൾ ശിവദാസ്, അരുൺ ലാൽ, അജ്ദ ബാബു, നീതു ശരത്, CPI സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ രമ്യ സജീവ് എന്നിവരാണ് പത്രിക സമർപ്പിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം CPIക്ക് 1 സീറ്റ് മാത്രമാണ് രാമങ്കരി പഞ്ചായത്തിലുണ്ടായിരുന്നത്. എന്നാൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് R രാജേന്ദ്രകുമാർ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം പ്രവർത്തകർ CPMൽ നിന്ന് CPIയിലേക്ക് എത്തിയതോടെയാണ് കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം ശക്തമായത്. എന്നാൽ സീറ്റ് നൽകില്ലെന്ന നിലപാടിൽ CPM ഉറച്ചു നിന്നതോടെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ CPI തീരുമാനിക്കുകയായിരുന്നു. അമൃത ന്യൂസ്, ആലപ്പുഴ.